Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. How are you everybody? I hope all of you are doing well. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഈ വർഷം എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തു. God has done a lot of miracles in this year in your life. ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ നിങ്ങൾ കാണാൻ പോകും. You are going to witness even more miracles in your life. Miracle working power. അതിശയം പ്രവർത്തിക്കുന്ന, അത്ഭുതം പ്രവർത്തിക്കുന്ന ശക്തി. അത്ഭുതത്തെ കൊണ്ടുവരുന്ന ഒരു ശക്തി അത് യേശുവിന്റെ ശക്തിയാണ്. The miracle working power is the power of Christ Jesus. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം, ആമേൻ, ആ ദൈവത്തിലുള്ള ശക്തി അത്ഭുതങ്ങളെ കൊണ്ടുവരും. Our trust in the Lord brings about the power to work miracles. ആമേൻ. ലൂക്കോസ് 5:5 പഠിക്കുമ്പോൾ, So when we study the Gospel of Luke chapter 5 verses 5, അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു. and Peter, Simon said, Lord, I have worked all night. ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. We have not even caught a single fish, but at your word we will throw our nets. എനിക്ക് ആ വാക്യം വായിച്ചപ്പോൾ As I read this verse, വളരെ സന്തോഷം തോന്നി. I was overjoyed. Master, we toiled all night and took nothing, but at your word I will let down the nets. യജമാനനെ, രാത്രികാലം മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചില്ല, എങ്കിലും അങ്ങയുടെ വാക്കിങ്കൽ ഞാൻ അത് താഴേക്ക് ഇടാം. ഒരു ഫെയിലിയർ ആയ വ്യക്തി, A person who is a failure, അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. even though he worked a lot, he wasn't able to gain anything. എന്നാൽ ആ ശീമോൻ പറയുകയാണ്, But that Simon is saying, എൻ്റെ ജീവിതം ഫെയിലായി, my life has failed, പക്ഷേ നിന്റെ വാക്ക് എന്നെ വിജയത്തിൽ കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. but your word can take me to success and victory. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. That's the reason why he said, at your word I will throw my nets. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ശക്തി, The power that works miracles. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകും. Oh, God is about to work miracles in your life. യേശുവിന്റെ വാക്കിന് ശീമോൻ വലയിറക്കിയപ്പോൾ, As Simon lowered his nets at the word of Jesus, അവന്റെ വല മുഴുവനും നിറഞ്ഞു. and his nets caught a lot of fish. നിങ്ങൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ, As you obey the Lord, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുമ്പോൾ, as you believe the Lord, നിങ്ങളുടെ ജീവിതത്തിൽ ആ യേശുവിന്റെ ശക്തി വെളിപ്പെടുക മാത്രമല്ല, അത് അത്ഭുതങ്ങളായി തീരാൻ പോകും. not just the power of God will be revealed in your life, but miracles will be revealed in your life as well. 12 സംവത്സരം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ, Oh, a woman who was suffering from bleeding for 12 long years. ആമേൻ, യേശുവിന്റെ ആമേൻ ശക്തി അത്ഭുത പ്രവർത്തികൾ ചെയ്യും. The power of Jesus works miracles. അവൾ യേശുവിന്റെ അടുത്തേക്ക് വന്നു. As she came to Jesus, അവിടെ മെഡിസിൻ എല്ലാം കഴിഞ്ഞു. her medicine was all over. അവിടെ പണം ചെലവഴിച്ചു. She spent all that she had. അവൾ വളരെ നിരാശയിൽ ഇരിക്കുമ്പോൾ, She was very sorrowful, and as she was there, അവൾ കേട്ടിട്ടില്ലാത്ത ഒരുവനെ കുറിച്ച് കേട്ടു. she heard about someone she had not yet heard of. അവന്റെ പേരാ യേശു ക്രിസ്തു. His name is Jesus Christ. യേശു നടന്നു പോകുന്നു പുരുഷാരവുമായി. So she heard that Jesus was walking by in the crowd, എന്നാൽ അവൾ വളരെ കൊതിച്ചു. and she desired a lot. എനിക്ക് യേശുവിനെ ഒന്ന് തൊടണം. I want to touch അവളുടെ Jesus. ഹൃദയത്തിൽ ഒരു വലിയ തീരുമാനമെടുത്തു. And she took a decision in her heart. എന്താണ് ആ തീരുമാനം? What was the decision? എനിക്ക് യേശുവിനെ തൊടാൻ പറ്റത്തില്ല, പക്ഷേ എനിക്ക് തൊടണം അവന്റെ വസ്ത്രത്തിലെങ്കിലും. Even if I'm not able to touch Jesus, I would like to touch the hem of his garment. ഓ, അവിടെ ആഗ്രഹം, Her decision, her desire, അവളുടെ ജീവിതത്തിൽ അത്ഭുത പ്രവർത്തി കൊണ്ടുവന്നു. oh, brought about miracles in her life. അവൾ യേശുവിന്റെ വസ്ത്രത്തിൽ തിരക്കിനിടയിലൂടെ പോയി തൊട്ടു. So even amongst the crowd, she went through them and touched the hem of his garment. അവങ്കൽ യേശുവിങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു. And power went forth from Jesus. ക്ഷണത്തിൽ അവളുടെ രോഗം നിന്നു. Immediately her bleeding stopped. അവൾ സൗഖ്യമുള്ളവളായി മാറി. And she was healed. Miracle working power.
അത്ഭുതം പ്രവർത്തിക്കുന്ന ശക്തി, ഇന്ന് നിങ്ങൾ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ശക്തി നിങ്ങളുടെ ബോഡിയിലും നിങ്ങളുടെ പ്രയർ ലൈഫിലും പ്രാർത്ഥനാ വിഷയത്തിലും നിങ്ങൾ അനുഭവിക്കാൻ പോകും. you are going to experience a miracle working power in your body, in your prayer life as well. നിങ്ങളത് വിശ്വസിക്കുന്നോ? Do you believe that? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I'm going to pray for you. ഞങ്ങളുടെ കർത്താവേ, Our Lord, ശീമോന്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നതുപോലെ, just like in the life of Simon there was a miracle. ആമേൻ, അവന്റെ യേശുവിന്റെ വാക്കനുസരിച്ചപ്പോൾ അത്ഭുതം നടന്നു. As he obeyed the voice of the Lord, a miracle happened in his life. ആമേൻ, യേശുവിനെ തൊടാൻ ആഗ്രഹിച്ച ആ സ്ത്രീയുടെ രോഗം സൗഖ്യമായി. The woman who was suffering with bleeding was healed as she touched Jesus' garment. ഇപ്പോൾ Right now, അങ്ങയുടെ അടുത്തേക്ക് വരുന്ന ഈ ജനത്തെ അങ്ങ് ടച്ച് ചെയ്യണമേ. oh, touch the people who are approaching you, Lord. ഇപ്പോൾ നിങ്ങളിൽ ആ സൗഖ്യം സംഭവിക്കുന്നു. Right now that healing is taking place in your life. യേശുവിൻ നാമത്തിൽ In the name of Jesus, അനുഗ്രഹിക്കുന്നു. I bless them. ബ്ലസ് ചെയ്യുന്നു. I bless them. ആമേൻ. Amen. ഹല്ലേലൂയ. God bless you. God bless you. ഈ ഒരു വർഷം തീരാൻ പോവുകയാണ്. This year is coming to an end. അടുത്ത വർഷം നമ്മളെല്ലാവരും ഉണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ല. We are not sure whether we will step into another year. എന്നാൽ നമ്മളെല്ലാവരും ഒരു വലിയ പ്രിപ്പറേഷനിലാണ്. But we are all in a preparation. ഞാൻ ഈ ദിവസങ്ങളിൽ ഫാമിലികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, As I was praying for families in these days, ഒരുപാട് ഫാമിലിയിൽ ഭയങ്കര പ്രോബ്ലംസ് ആണ്. there's a lot of problems in many families. അതുകൊണ്ട് ഫാമിലികളുടെ വിടുതലിന് വേണ്ടി ഒരു ഫാമിലി കോൺഫറൻസ് വെക്കാൻ പോകും. For that reason, for the deliverance of problems in families, we are going to conduct a family conference. ഡിസംബർ 23, 24, 25 ഈ തീയതികളിലാണ്. December 23rd, 24th and 25th. In these dates, നിങ്ങൾ എല്ലാവരും വരണം. you all should come. നിങ്ങൾ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടണം. You should be useful for the kingdom of God. ഫാമിലിയിലുള്ള നിങ്ങളുടെ ബ്ലെസ്സിങ്, സമാധാനം ഇതെല്ലാം നിങ്ങൾ അനുഭവിക്കണം. You are going to experience the peace and joy in your family life. ദൈവിക രോഗസൗഖ്യം അനുഭവിക്കണം. You need to experience divine healing. നിങ്ങൾ എല്ലാവരും വരിക, അറ്റൻഡ് ചെയ്യുക. All of you are welcome. You should attend this meeting. God bless you. God bless you.